ഹലോ. അപ്പം ഇന്ന് ട്രിപ്പ് തുടങ്ങാൻ പോവാണ്. ഇപ്പൊ ഏകദേശം 8:45 9:30 നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഒരു 10 മണിയാകുമ്പോൾ, അത്രയും നേരം ഒന്നും വേണ്ട, പക്ഷെ അറ്റൻഡൻസ് ഒക്കെ എടുത്ത് അല്ലാത്ത ഫോട്ടോസ് ഒക്കെ എടുത്ത് സാറിനൊക്കെ അയച്ചു കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടെ ഒക്കെ എത്തി വരുമ്പോഴേക്കും ഒരു 10 മണിക്ക് നമ്മൾ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ എത്തും. ഇല്ലെങ്കിൽ 10:15. 10:20 ട്രെയിൻ എടുക്കുമെന്ന് പറഞ്ഞേക്കണത്. പക്ഷെ ഒന്ന് ഡിലേ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പിന്നെ പാക്കിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പെട്ടി ഒന്ന് അടക്കണം, പെട്ടിയുടെ പുറം ഭാഗം ഒന്ന് തുറക്കണം. കാരണം ഞാൻ പെട്ടി എടുത്തപ്പോൾ പുറം ഭാഗം തുടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതും കൂടെ തുടച്ചു കഴിഞ്ഞാൽ സെറ്റായി. പിന്നെ സാധനങ്ങളൊക്കെ ഇവിടെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇട്ട് മോഡൊക്കെ ചെയ്തു. അല്ലാത്ത സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി. പിന്നെ ഇത് നമുക്ക് ഇടാനായിട്ടുള്ള ഒരു ബാഗ് ആണ്. ബാഗ് ആണ്. പിന്നെ ഞാനൊരു ഫാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു ഫാൻ കാണുന്നുണ്ടോ? ആ ഫാൻ എടുത്താൽ നമുക്ക് ചൂടുള്ളപ്പം ഇത് യൂസ് ചെയ്താൽ നമുക്ക് കാറ്റ് കിട്ടും. അതുകൊണ്ട് അതെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം നോർമലായിട്ടുള്ള സാധനം തന്നെ. ഇത് ഞാൻ തുടക്കാനായിട്ട് എടുത്ത് വെച്ചേക്കണ തുണിയാണ്. അപ്പം ഇതുകൊണ്ട് പെട്ടി തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാനായിട്ടുള്ള സമയമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഈ വാശിൻ്റെ സമയം ശരിയല്ല, അത് ശരിയാക്കാം. അതോടെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ നമുക്ക് നേരെ ട്രിപ്പിന് പോകാം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അലമാരിയിൽ എടുത്ത് വെച്ച് റെഡിയാക്കി. അലമാരി ഇപ്പം കുറച്ച് മെസ്സിയാണ് കാണാനായിട്ട്. കാരണം ഉള്ള സാധനങ്ങളൊക്കെ കൂടെ ചവറ് പോലെ നിരത്തി എടുത്ത് വെച്ചേക്കാണ്. നല്ല മെനക്കുള്ള അലമാരി ആയിരുന്നു. പക്ഷെ എക്സ്ട്രാ സാധനങ്ങൾ എടുത്ത് വെച്ചപ്പോക്കും അലമാരിയുടെ കോലം ഇങ്ങനെയായിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓക്കെ. അത് നമ്മൾ പുറകിലാക്കാം, നമുക്ക് ബാക്കി ഓടാം. जल्दी जाइए भैया. ഇപ്പൊ ഈ ട്രെയിൻ കണ്ട, ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര സൗണ്ട് ഉണ്ട്. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇതാണ് നമ്മുടെ ട്രെയിൻ. അപ്പം പെട്ടിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലോവർ ബർത്താണ് വിട്ടേക്കുന്നത്. ഇതൊക്കെ വെച്ചാൽ നമുക്ക് കാഴ്ചകൾ കാണാം. ഇത് എന്റെ ബാഗ്, ഇതെന്റെ പെട്ടി. ഇത് താഴെ എടുത്ത് വെക്കണം. കുറെ പേരൊക്കെ നടക്കുന്നുണ്ട്. ഈസിയാണ്, സുഖമുണ്ടാവും. അതുകൊണ്ട് ചിന്തിച്ചിരിക്കാം. ഈ കമ്പാർട്ട്മെന്റിൽ കുറച്ച് ശല്യങ്ങളുണ്ട്. പക്ഷെ നമ്മളത് സഹിച്ചിരിക്കണം, നമുക്ക് വേറെ വഴിയില്ല. ഇതിനൊക്കെ കുറച്ച് അടുത്ത കമ്പാർട്ട്മെന്റിൽ പോയിട്ട് നമുക്ക് ഫ്രണ്ട്സിനോട് അടിച്ചു പൊളിച്ചിരിക്കാം. നമ്മൾ വേറൊരു കമ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. അവിടെ ഫുള്ള് കുറച്ച് അലമ്പ. സോ ഞാൻ അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോകാനായിട്ടുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കാം. വെരി ശ്വേത. നെക്സ്റ്റ് വൺ. मेरी भी आईडी गई है भाई. ഓരോരുത്തരുടെ ഇതിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്റ്റർബൻസ്. 32. Not this one, right? No, it's blanket. Okay. This is B3. ഇത് B3 ആണ്. Okay, like. Which one is the seat? Oh my God. She's recording. Yes, she's vlogging. Oh my God. Told why you are making weird faces. No, I didn't take your face. I took her only. Now him. ऊपर Wilson. Wilson already slept. No, Wilson. Laptop bag, but then Okay. അപ്പൊ നമുക്കിനി ഇവിടെ കുറച്ചേരം നോക്കാം. ഞങ്ങൾക്ക് എന്റെ നാട്ടില് ഫ്ലൈറ്റ് എന്നാ വെച്ചിട്ടുണ്ട്. ഓക്കെ, ട്രെയിൻ എടുത്തു. പിന്നെ നമ്മള് കുറച്ച് കഴിയുമ്പോൾ നാളെ വൈകുന്നേരം ഡൽഹിയിലെത്തും. അവിടെ ഇതില് അലമ്പ, അതില് നല്ലതായി ഇവിടെ. നമ്മൾ പിന്നെ സീറ്റ് മാറി. ഇത് ശ്രീക ഇനി മുതൽ ഇടക്കിടക്ക് കാണും. എന്റെ പേര് കാണും. ഹായ് ഗൈസ്. ഹായ് പറയൂ. ഹായ്. ഞങ്ങളുടെ കൂടെ അനാമികയുണ്ട്. കുറച്ച് ബിസിയാണ്, തിരക്കിലാണ്, കണ്ടില്ലോ. നമ്മള് വിളിച്ച ആൾക്കാരെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് കളിക്കും. അങ്ങനെ ഈ കമ്പാർട്ട്മെന്റ് ഫുള്ള് നമ്മൾ ശല്യാവും. പിന്നെ അവര് നമ്മളെ ചീത്ത പറയും. അപ്പൊ നമ്മൾ കിടന്നുറങ്ങും. അതാണ് നമ്മുടെ ഇത്ര നേരം ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ ഞങ്ങളെ നോക്കി പഠിപ്പിക്കുന്നു. തൂറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു.
തിന്നുമ്പോഴും ഇങ്ങനെ നോക്കും. ഞാൻ ഇരിക്കണം. ഇപ്പം ഇവിടെ ഇരിക്കണുണ്ടോ തൊട്ട് മുന്നിൽ ഞാൻ ശമ്പളം കൊടുത്തിട്ടാ ഇരിക്കണം. ഇവളാണ് അങ്ങനെ ഇരുന്നിരുന്നത്, പിന്നെ അതിന് മാറ്റി ഞാനായി ഇപ്പൊ അങ്ങനെ ഇരിക്കണത്. ബട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാലിങ്ങനെ ഇങ്ങനെ മടക്കി വെക്കും. ഇങ്ങനെ മടക്കി വെച്ചാല് അമ്മമാർക്കൊന്നും കാണാൻ പറ്റില്ല. നല്ല സുഖമാണ് കേട്ടോ. ഇവളെ സീറ്റ് അടിച്ച് മാറ്റി കൊണ്ടുപോയ ആളാണ്. ഏർപ്പാടൊക്കെ ചെയ്ത് കൊടുത്ത് ഇവൾക്ക് ഈ സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് സഹായിയായിരുന്നു ഞാൻ. എന്റെ നല്ല അടിപൊളി സീറ്റായിരുന്നു. അതിപ്പം ട്രെയിനിൽ ഏറ്റവും അടിപൊളി സീറ്റ് ഏതാ? ഈ സീറ്റ്. നമുക്ക് ഗെയിം കളിക്കാനായിട്ട് പുതിയ ആള് വരുന്നുണ്ട്. ആള് വരുന്നു. എവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ സംസാരിച്ചുകൊണ്ട് വരുന്നു. അതാ നടന്നു വരുന്നു. ഇപ്പെത്തും വരണമില്ല. ഓക്കെ, ഈ വന്നുകൊണ്ടിരിക്കുന്നതാണ് ലെന ഫാത്തിമ. സീനിയർ ആണ്, പക്ഷെ നമുക്ക് ഗെയിം കളിക്കാനായിട്ട് നമ്മള് ഫുഡ് കഴിക്കും. തിന്നും. വാഴ കാണാൻ പോകും. തിന്നും. പിന്നെയും വാഴ കാണാൻ പോകും. ഇല്ല, ഒരു പ്രാവശ്യം വാഴ കാണും. എന്നിട്ട് നമ്മൾ പിന്നെയും തിന്നും.